ഇവന്മാരിപ്പോ റോഡിരുന്നാട്ടെ വെള്ളം ഓടിക്കുന്ന ഇപ്പോഴത്തെ പിള്ളേരൊരു പാഷന്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്തെന്ന് അറിയുന്നത് നമ്മുടെ ഇടയിലാണ്ടാ. അതെന്ത്? പുറത്ത് പഠിക്കാൻ പോയപ്പോ അവന്മാർക്ക് വൃത്തിയുടെ സ്വഭാവടാ. അവന്മാരെ ഉള്ളി വെറുപ്പാണ് എന്റെ അടുത്ത്. ഓക്കെ ബൈ. അതെ, വെറും വൃത്തിയുടെ സ്വഭാവം അവന്മാരൊക്കെ. ഞാൻ ഈ പുറത്തൊന്നും പഠിക്കാൻ പോകാത്തോണ്ട് എനിക്ക് കാര്യം അറിഞ്ഞോ. നീ തെളിച്ചു പറ. അവിടെ ഒരു ജെന്യൂനിറ്റി ഇല്ല. പക്ഷെ ഞാൻ കൊടുക്കുന്ന സ്നേഹം കറക്റ്റ് ആണ്, പക്ഷെ അവർ തിരിച്ച് കറക്റ്റ് അല്ല തരുന്നത്. നീ കൂട്ടുകാരെ പ്രേമിച്ചെന്നാണോ? എന്താണ് എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ തേങ്ങയുടെ എഴുതി വിടുന്ന അതൊന്നും അല്ല. രാത്രി ഫുഡ് വെച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ സ്പ്ലിറ്റ് ഇട്ടേക്കുന്നു. ഇന്നേ വരെ നിനക്കറിയാലോ ആശ്രയ, നമ്മൾ ചോദിച്ചിട്ടില്ല. ഇതാണ് മച്ചാനെ, നമ്മൾ ഇന്നേ വരെ പൈസയുടെ കാര്യം പറഞ്ഞ അടികൂടിയിട്ടുണ്ടോ? 2 പ്രാവശ്യം അടികൂടി. അപ്പൊ തന്നെ സോൾവ് ആക്കിയല്ലോ നമ്മള്. യെസ്, ഫാക്ട്. നമ്മൾ മനസ്സിലിട്ടുണ്ടോ നടക്കോ? ഇവന്മാർ അങ്ങനെയൊന്നും അല്ല, മനസ്സിട്ടുണ്ടോ നടന്നോളെ. പക്ഷെ നമ്മളൊക്കെ ചിരിക്കും. എന്നെ കൊണ്ടത് പറ്റൂല കേട്ടോ. നമ്മളെ ഈ നാട്, നമ്മളിവിടുത്തെ മനുഷ്യര്, ഇതാണ് സ്വർഗം. നമ്മളെ പറ്റി ആരെങ്കിലും ഇവിടെ കുറ്റം പറയണം എന്തേലും. നീ പഠിത്തം നിർത്തിയിട്ട് നാട്ടിലോട്ട് വാ. എന്നിട്ട് ജോലി നിന്റെ അച്ഛൻ വാങ്ങി തരൂ? ജോലി ഒന്നും വാങ്ങി തരത്തില്ല, പക്ഷെ 3 നേരം കഴിക്കാനുള്ള ആഹാരം ഞാൻ എന്റെ വീട്ടിൽ നിനക്ക് അറേഞ്ച് ചെയ്ത് തരും. സ്നേഹിച്ച് കൊല്ലി ഇവിടെ ഉള്ളവന്മാരെന്നെ. എടാ, നീ അവന്മാരെ നാട് കാണിക്കാൻ വിളി, എന്നിട്ട് നമുക്ക് ഇവിടെ ഇടിക്കാം അവന്മാരെ. വേണ്ട, ഇനി അവന്മാരെ ഹോസ്പിറ്റൽ ചെലവ് അവന്മാരെല്ലാം കൂടെ കൂട്ടിയിട്ട് അതും സ്പ്ലിറ്റ് ഇട്ട് കളയും. ഓ അത് കാര്യമായല്ലേ ഞാൻ പുറത്ത് പഠിക്കാൻ പോവാത്ത. 2 ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ അവിടെ ഉള്ളവന്മാര്. അവന്മാർ രണ്ടുപേരും നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു പെണ്ണിനാണ് നോക്കുന്നത്. എന്താടാ അത്? അവന്മാര് മൃഗത്തിനൊരു പൊസസീവ്നെസ് അടിക്കും. ഇവന്മാര് ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ചേടാ, അത് എങ്ങനെ ശരിയാവും? എന്നാലും എന്റെ ഒരു കൂട്ടുകാരൻ 75 വയസ്സായ അമ്മൂമ്മയായിട്ട് റിലേഷനാണ്. അതെന്തിനാടാ? ചാവുമ്പോ അവരുടെ അടുത്ത് കുഴിച്ചിടാൻ അവൻ ഈ റിലേഷൻ. നിനക്കൊരു കാര്യം അറിയോ? നമ്മളെ നാട്ടില് ഈ പോത്തിന്റെ അത്ര ജെന്യൂനിറ്റി പോലും അവന്മാർക്ക് അവിടെ ഇല്ല. നമ്മള് ഭാഗ്യം ചെയ്തവന്മാരാണ് അളിയാ. നല്ല ഫ്രണ്ട്സ് അല്ലേ നമ്മള്. ഒരു 2 ദിവസം ലീവ് കിട്ടിയാലും ഞാൻ അവിടെ നിന്ന് ഓടിയിരുന്ന എന്താണ്? നിങ്ങളൊക്കെ അടിപൊളി.